ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്ലാസിക് വെസ്റ്റേൺ കേക്കാണ്, ക്യാരറ്റ് കേക്ക്. ഈ കേക്കിന്റെ കഥ കുറേ പഴയതാണ്. മധ്യകാല യൂറോപ്പിൽ പഞ്ചസാര കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് കിച്ചണിലുള്ളവർ സ്വാഭാവികമായി മധുരമുള്ള കായ്കറികൾ ഉപയോഗിച്ചു. അതിൽ ഏറ്റവും ഫേമസ് ആയത് ക്യാരറ്റ് ആയിരുന്നു. അങ്ങനെ തന്നെ ക്യാരറ്റിൽ ചേർത്തുള്ള പുഡിങ്ങുകളും കേക്കുകളും ജനിച്ചു. പിന്നീട് 1900-ന്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് വേൾഡ് വാർ കാലത്ത്, വീണ്ടും ക്യാരറ്റ് കേക്ക് വളരെ പ്രശസ്തമായി. ഇന്നത്തെ ക്യാരറ്റ് കേക്ക് അതിൽ നിന്ന് വളർന്നു വന്നതാണ്. അതിൽ സിനമൺ, വാൽനട്ട്, ക്രീം ചീസ്, ഐസിംഗ് ഒക്കെ ചേർത്ത് ഇന്ന് ഇത് വളരെ പ്രശസ്തമായ ഒരു കേക്കായി മാറിയിരിക്കുന്നു. ആ ഒരു പ്രശസ്തമായ കേക്കാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, മുട്ട, വെജിറ്റബിൾ ഓയിൽ, പഞ്ചസാര, മൈദ, സിനമൺ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നിവയാണ്. അപ്പോൾ ആവശ്യമായ ക്യാരറ്റ് നമ്മൾ നന്നായി വാഷ് ചെയ്തതിനെടുത്തതിന് ശേഷം നന്നായി പീൽ ചെയ്ത് അത് ഗ്രേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമായ ക്യാരറ്റ് നമ്മൾ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ മുട്ട പൊട്ടിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ എഗ്ഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലത്. മുട്ട പൊടിക്കുമ്പോൾ എഗ് ഷെൽ അതിലേക്ക് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് ഞാൻ ചെറിയൊരു ബൗളിലാണ് മുട്ട പൊട്ടിക്കുന്നത്. അതിനുശേഷം ഞാൻ വലിയ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുട്ട പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഷെല്ല് വീണ് കഴിഞ്ഞാലും അത് ചെറിയ ബൗളിലാണെങ്കിൽ അത് എടുത്ത് മാറ്റാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം മുട്ട നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്. വെജിറ്റബിൾ ഓയിൽ, ബ്രൗൺ ഷുഗർ, ക്യാരറ്റ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സിനമൺ പൗഡർ, ഉപ്പ് എന്നിവയെല്ലാം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുട്ടയും ഷുഗറും നമ്മൾ ബീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. മുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദ ആഡ് ചെയ്യുന്നു. മൈദ ആഡ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്ത് എടുത്ത മിക്സർ നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി 325°C നമ്മളത് ബേക്ക് ചെയ്തെടുക്കുന്നു. 13 to 15 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. താങ്ക് യു.